ടിപ്സ് പിടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടിപ്സോ പിടിക്കുന്ന പേരിലൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. കുറച്ച് നല്ല ടിപ്സുകളൊക്കെയാണ് ഈ ചാനലിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. നമ്മുടെയൊക്കെ വീഡിയോയിൽ നമ്മൾ അയൺ പാത്രങ്ങൾ വാങ്ങിക്കാറുണ്ടല്ലേ, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തുരുമ്പെടുത്ത് പോകാറുണ്ട്. കുറേ അധികം പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ അയൺ പാത്രം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ വീടുകളിലുള്ള അയൺ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ കഞ്ഞിവെള്ളം. അപ്പോൾ ആ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ നമ്മളുടെ അയൺ പാത്രങ്ങളിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഏത് തുരുമ്പെടുത്ത പാത്രമാണെങ്കിലും നല്ല രീതിയിലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കഞ്ഞിവെള്ളം എല്ലാം നല്ല രീതിയിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പാത്രത്തിൽ. ഇനി നമുക്കത് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് തേച്ച് ആ ഒരു തുരുമ്പൊക്കെ നല്ല രീതിയിലൊന്ന് പോയി കിട്ടുവേ. കാസ്റ്റ് അയണിൻ്റെ ആണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ദോശ പാനാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് മയക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അതിനുശേഷവും നമ്മൾ ഈ അയൺ പാത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പണി തീരൂല. എപ്പോഴും ഉപയോഗിച്ചാലും അത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ എണ്ണയൊക്കെ തടവി വെച്ചാൽ മാത്രമാണ് അത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസം ഉപയോഗിച്ചു പിന്നെ ഉപയോഗിച്ചരുത്, അങ്ങനെ ചെയ്യരുത്. തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോഴൊക്കെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായി നമ്മുടെ പാത്രം നല്ല രീതിയിൽ മയങ്ങി കിട്ടും. കണ്ടോ, ഞാനിവിടെ ആ തുരുമ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുവേ. കഞ്ഞിവെള്ളം നല്ലതാണ്. അപ്പം ഞാനിവിടെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ദോശക്കല്ലിൻ്റെ മറുവശം നോക്കാം. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗം നോക്കാം കേട്ടോ. കണ്ടോ, അത് ഒരുമാതിരി ക്ലീൻ ആണ് എൻ്റെ പാത്രം. എന്നാലും ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മളുടെ പാത്രങ്ങൾ എത്രമാത്രം നമുക്ക് വൃത്തിയാക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മളുടെ പാത്രങ്ങൾ വൃത്തിയായി കിട്ടും. അത് സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, സ്ക്രബ്ബർ വെച്ച് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു അപ്പച്ചട്ടിയും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചട്ടിയിൽ എല്ലാ ദിവസവും ഞാൻ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ വൃത്തിയായിട്ട് കഴുകി എണ്ണയൊക്കെ തടവി സൂക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വലിയ രീതിയിലുള്ള തുരുമ്പില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങളും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ദീർഘകാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം സെയിം മെത്തേഡാണ്. എത്ര തുരുമ്പുണ്ടെങ്കിലും അത് ഇളകി പൊയ്ക്കോളും. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ പാത്രങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മളുടെ പാത്രത്തിൻ്റെ മറുവശവും കൂടി നിങ്ങളിതുപോലെ വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ തുരുമ്പെന്ന് പറയുന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വൃത്തിയാക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ മുകൾ ഭാഗം മാത്രം വൃത്തിയാക്കിയാൽ പോരാ. അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരാ. അതിൻ്റെ ബാക്ക് സൈഡും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ നമ്മുടെ സാധാരണ സോപ്പ് ഓയിൽ ഉപയോഗിച്ചൊന്ന് കഴുകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും കൂടി നോക്കാം. ഇനി നമുക്ക് തുരുമ്പ് കളഞ്ഞ പാത്രങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ നല്ലെണ്ണ എടുത്തതേ ഉള്ളൂ. നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അയൺ പാത്രങ്ങളിലുള്ള വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റവ് വെച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. സമയമുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ എണ്ണ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ അയൺ പാത്രങ്ങൾ നല്ല രീതിയിൽ തുരുമ്പെടുക്കാതിരിക്കത്തുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ നശിച്ചു പോകും. പിന്നീട് നമുക്ക് എടുക്കുമ്പോൾ വളരെ വലിയ പണിയായിരിക്കും അതൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ചധികം പേര് എന്നോട് കമൻസൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന്. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചത്. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സൂക്ഷിക്കാറുള്ളത് പാത്രങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും കൂടി തേച്ച് കൊടുക്കണം കേട്ടോ എണ്ണ. എങ്കിലാണ് നമ്മളുടെ പാത്രം നല്ല രീതിയിലൊന്ന് പൂർണ്ണമായിട്ടും ഒന്ന് റെഡിയായി കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ നമുക്ക് എണ്ണയിൽ അങ്ങ് തേച്ച് വെക്കുക. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിൽ ഒരു കാരണവശാലും തുരുമ്പിൻ്റെ അംശം പോലും ഉണ്ടാകത്തില്ല. കണ്ടോ, ഇതുപോലെ സൂക്ഷിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം. അടുത്ത രീതി എന്ന് പറയുന്നത് സവാള വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സവാള നല്ല രീതിയിൽ നമ്മളുടെ പാത്രങ്ങളെ സംരക്ഷിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ മയങ്ങി കിട്ടാനും ഒക്കെ സഹായകമാകും കേട്ടോ. അപ്പോൾ സവാള ഞാനിവിടെ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അയൺ പാത്രങ്ങളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നീട് വേണ്ടത് കുറച്ച് വിനാഗിരിയും കൂടിയാണ് കേട്ടോ. വിനാഗിരി അറിയാമല്ലോ, തുരുമ്പ് പിടിക്കാതിരിക്കാൻ, നമ്മുടെ പാത്രങ്ങളെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യേണ്ടത് വളരെ അധികം തുരുമ്പൊക്കെയുള്ള സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് നല്ല യൂസ്ഫുൾ ആകും. കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ സവാള വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ചൂടൊക്കെ തട്ടാതെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. പക്ഷെ നല്ല റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഇതും പരീക്ഷ നോക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ആ ചൂടങ്ങ് നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കുന്ന ചട്ടി ആയതുകൊണ്ട് ആ വിനാഗിരി അങ്ങോട്ട് ഉണങ്ങി പോവുകയും ചെയ്യും. നമ്മളുടെ പാത്രം നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ വാഴയുണ്ടല്ലോ, വാഴയുടെ കൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്. അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ നല്ലതാണ് ഈ വാഴയുടെ കൈ. നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ പാത്രങ്ങളിലെ കറയൊക്കെ കളയും. അതുപോലെ തന്നെ തുരുമ്പൊക്കെ കളയാനും നമ്മളെ സഹായിക്കും. അപ്പം ഞാനിവിടെ മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ. നമ്മൾ അത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗം കൊണ്ട് വേണം കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാത്രങ്ങളിൽ തുരുമ്പുള്ള പാത്രത്തിൻ്റെ ഏത് വശങ്ങളിലാണ് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു വാഴയുടെ തണ്ട് വെച്ച് തേച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ദോശ ചുടുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞു തന്നൊരു ടിപ്സാണ്. വളരെ നല്ലതാണ്. ഇപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ തുരുമ്പ് കളയാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മളുടെ ദോശക്കല്ലിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. സിമ്പിളാണ്. നമുക്ക് പിന്നെ അതങ്ങ് വലിച്ച് കളയുകയും ചെയ്യാം. പിന്നെ നല്ല രീതിയിൽ കെമിക്കലൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഒന്ന് വീഡിയോസൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.